നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സിനോണിംസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിക്കുന്നത്. അതായത് ഓരോ ക്ലാസ്സിലും 20 സിനോണിംസ് എന്ന് വെച്ച രീതിയിൽ 10 ക്ലാസ്സുകൾ, അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 200 സിനോണിംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള സിനോണിംസ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലും നമ്മൾ 20 സിനോണിംസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിനോണിം ഓഫ് ദ വേർഡ് കംപ്ലേസന്റ്. കംപ്ലേസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ്? അട്രാക്റ്റീവ്, സെൽഫിഷ്, സെൽഫ് സാറ്റിസ്ഫൈഡ്, courteous. ഇങ്ങനെ 4 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ കംപ്ലേസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കംപ്ലേസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംതൃപ്തിയുള്ള നടത്തിന്. ഓക്കെ, സംതൃപ്തിയുള്ള. അപ്പൊ നമുക്ക് ഓരോ വാക്കുകളും വായിച്ച് നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഏത് വാക്കാണ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത്, അതായിരിക്കും അതിന്റെ സിനോണിമായിട്ട് വരിക. അപ്പൊ നമുക്ക് അട്രാക്റ്റീവ്. ആദ്യത്തെ വാക്കേതായിരുന്നു? അട്രാക്റ്റീവ് ആണ് നമ്മുടെ ഓപ്ഷനിൽ ആദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അട്രാക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആകർഷണീയത എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ആകർഷണീയ എന്നർത്ഥത്തിലാണ് അട്രാക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? കംപ്ലേസന്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ എങ്കിലും നമുക്ക് അട്രാക്റ്റീവിനും സിനോണിംസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? അപ്പീലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ചാമിങ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് എന്നൊക്കെ അട്രാക്റ്റീവിന് സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അട്രാക്റ്റീവ് സിനോണിംസ് ഏതൊക്കെയാണ്? അപ്പീലിംഗ്, ചാമിങ്, മാഗ്നറ്റിക്. ഇനി അടുത്ത വാക്കാണ് സെൽഫിഷ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫിഷ്. എന്താണ് സെൽഫിഷ്? സ്വാർത്ഥതയുള്ള എന്നർത്ഥത്തിലാണ് സെൽഫിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് നമുക്ക് അറിഞ്ഞിരിക്കാം. എന്തൊക്കെയാണ്? സെൽഫ് സെന്റേഡ്, ഈഗോയിസ്റ്റിക്, ഗ്രീഡി. സെൽഫ് സെന്റേഡ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന. പിന്നെ ഈഗോയിസ്റ്റിക്, ശരി, അഹംഭാവമുള്ള. ഗ്രീഡി, അത്യാഗ്രഹിയായ. ഇതാണ് സെൽഫിഷിന്റെ നമുക്ക് സിനോണിംസ് ആയിട്ട് പറയാൻ പറ്റുക. ഇനി അടുത്ത വാക്ക് നോക്കുക. സെൽഫ് സാറ്റിസ്ഫൈഡ്. അപ്പൊ സെൽഫ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്? ഈ കംപ്ലേസന്റുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ് കംപ്ലേസന്റ് സിനോണിമായിട്ട് വരിക. നമ്മുടെ ആൻസർ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിലും നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന്റെ അർത്ഥവും സിനോണിംസും കൂടെ നമുക്ക് നോക്കാം. നോക്കുക, കേർട്ടിയസ്. എന്താ കേർട്ടിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസിഡറേറ്റ്, പൊളൈറ്റ് എന്നൊക്കെയാണ്. അത് മര്യാദയുള്ള, എല്ലാവരെയും പരിഗണിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥത്തിലാണ് കേർട്ടിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് എന്റെ സിനോണിംസ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ 4 വാക്കുകളുടെ സിനോണിംസ് നമ്മൾ പഠിച്ചു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ദ സിനോണിം ഓഫ് ദ വേർഡ് കെലാസസ്. കെലാസസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ്? ബിഗ്, പിന്നെ ജൈജാന്റിക്, ദെൻ ഡ്വാർഫ്, ടോൾ എന്നിങ്ങനെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് കെലാസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കെലാസിസ് എന്ന് വെച്ചാൽ അർത്ഥം ഭീമാകാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഭീമാകാരമായ. അതാണ് കെലാസിസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ഏത് ഓപ്ഷൻ ആയിരിക്കും മാച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. നോക്കുക, ബിഗ്. ബിഗ് എന്ന് വെച്ചാൽ അർത്ഥം വലുതെന്നർത്ഥം. അപ്പൊ അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഹ്യൂജ്, സ്റ്റൂർ, ജംബോ എന്നൊക്കെ പറയാം. എന്താണ് ബിഗിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഹ്യൂജ്, സ്റ്റൂർ, ജംബോ. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, ജൈജാന്റിക്. അപ്പൊ ജൈജാന്റിക് എന്ന് പറയുമ്പോൾ എന്തോ അർത്ഥം? ഭീമാകാരമായ അർത്ഥത്തില്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കെലാസസ് എന്ന് പറയുന്ന വാക്കുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസറായി വരിക ഏതായിരിക്കും? ഈ ജൈജാന്റിക് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, ഡ്വാർഫ്. എന്താ ഡ്വാർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ ചെറുത്, അല്ലെങ്കിൽ കുരുടന്മാർ എന്നൊക്കെ, വളരെ പൊക്കം കുറഞ്ഞ എന്നൊക്കെ അർത്ഥത്തില്ല ഡ്വാർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് നമുക്ക് നോക്കാം. എന്താണ്? മിഡ്ജറ്റ്. ഓക്കെ, അടുത്തത് പിഗ്മി, അടുത്തത് റണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡ്വാർഫിന്റെ സിനോണിംസ് ആയിട്ട് വരിക. അടുത്ത ടോൾ. അത് നമുക്കറിയാം, എന്താ? ഉയരമുള്ള. അപ്പം നമുക്ക് അതിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്താ പറയാം? ഹൈ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ കെലാസസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് പറയാം? ജൈജാന്റിക് എന്ന് പറയാം. അർത്ഥം എന്താണ്? ഭീമാകാരമായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The synonym of the word benevolent.
ബെനവലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എന്താണ്? വയലന്റ്, പിന്നെ സൈലന്റ്, ദെൻ ഇൻസോലന്റ്, ദെൻ ഹെൽപ്ഫുൾ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി ബെനവലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദയയുള്ള, അല്ലെങ്കിൽ ഉപകരിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹമുള്ള എന്നൊക്കെയാണ് ബെനവലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കാം. വയലന്റ് അതൊരിക്കലും എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല, ബെനവലന്റ് എന്ന് പറയുന്ന വാക്കുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. അപ്പൊ അതിന്റെ സിനോണിംസ് എന്തൊക്കെയാണ്? വിഗറസ് അല്ലെങ്കിൽ മാഡ് എന്നൊക്കെയാണ് വയലന്റിന്റെ സിനോണിമായിട്ട് വരിക. ഇനി അടുത്ത് സൈലന്റ് എന്ന് വെച്ചാൽ എന്താ? വളരെ കാമായിട്ടുള്ള, അല്ലെങ്കിൽ ക്വയറ്റ്, ശാന്തമായ എന്ന അർത്ഥത്തില്ല സൈലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? ഈ ബെനവലന്റുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. അപ്പം ഈ പറയുന്ന സൈലന്റിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തെടുക്കാം? കാം അല്ലെങ്കിൽ ക്വയറ്റ് എന്നുള്ളത് നമുക്ക് എടുക്കാം. ഇനി അടുത്ത് നോക്കുക, ഇൻസോലന്റ്. ഇൻസോലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭയങ്കര ധിക്കാരിയായ, അഹങ്കാരിയായ എന്നൊക്കെയാണ് ഇൻസോലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? ബെനവലന്റ് എന്ന് പറയുന്ന വാക്കുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പം അതിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? റീഡ്, അറഗന്റ്, ചീക്കി എന്നൊക്കെയാണ് ഈ പറയുന്ന ഇൻസോലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ്. ഏതൊക്കെയാണ്? റീഡ്, അറഗന്റ്, ചീക്കി. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം, ഹെൽപ്ഫുൾ. അതെന്തുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്? ബെനവലന്റുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ബെനവലന്റ് സിനോണിമായിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ ഹെൽപ്ഫുൾ നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ ഓപ്ഷൻ കൈൻഡ് എന്നോ ലവിങ് എന്നോ ഒക്കെ വന്നാലും നമുക്ക് ബെനവലന്റ് സിനോണിമായിട്ട് എടുക്കാം. ഇവിടെ ഹെൽപ്ഫുൾ എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ആൻസർ ഹെൽപ്ഫുൾ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ സിനോണിം ഓഫ് ദ വേർഡ് അവാരിയസ്. അവാരിയസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്രീഡി എന്ന് കൊടുത്തിട്ടുണ്ട്, റെഡി എന്ന് കൊടുത്തിട്ടുണ്ട്, കപ്രീഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒഡാഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അവാരിഷ്യസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവാരിഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? അത്യാഗ്രഹി ആയ എന്നാണ് അവാരിഷ്യസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഗ്രീഡി. ഗ്രീഡിയുടെ അർത്ഥം എന്താണ്? അത്യാഗ്രഹി എന്നാണ് അർത്ഥം, അത്യാഗ്രഹമുള്ള എന്നാണ് അർത്ഥം. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക ഏതായിരിക്കും? ഈ ഗ്രീഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ അവാരിഷ്യസിന്റെ സിനോണിമായിട്ട് നമുക്ക് ഗ്രീഡിയെ എടുക്കാം. ഇനി അടുത്ത റെഡി, അത് നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ സിനോണിമായിട്ട് നമുക്ക് പറയാം പ്രിപ്പയർഡ് എന്ന് പറയാം. അതെന്തായാലും ഈ അവാരിഷ്യസുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത കപ്രീഷ്യസ്. എന്താണ് കാപ്രീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചാഞ്ചല്യമുള്ള, ചപലതയുള്ള എന്നൊക്കെയാണ് കപ്രീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിമായിട്ട് നമുക്ക് വിംസിക്കൽ പറയാം, അല്ലെങ്കിൽ ആർബിട്രറി എന്ന് പറയാം. ഓക്കെ, വിംസിക്കൽ അല്ലെങ്കിൽ ആർബിട്രറി എന്നാണ് കപ്രീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമായിട്ട് വരിക. ഇനി അടുത്ത് ഒഡാഷ്യസ്. ഒഡാഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ധൈര്യമുള്ള, അല്ലെങ്കിൽ എന്താണ് ധിക്കാരപരമായിട്ടുള്ള എന്നൊക്കെയാണ് ഒഡാഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിമായിട്ട് നമുക്ക് ബോൾഡ് എന്ന് പറയാം, ഡെയറിംഗ് എന്ന് പറയാം, ടെമറിറ്റസ് എന്ന് പറയാം, ടെമരാരിയസ് എന്ന് നമുക്ക് പറയാം. ഇത്രയാണ് എന്റെ സിനോണിമായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ദ സിനോണിം ഓഫ് ദ വേർഡ് ഏലിയൻ. ഏലിയൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എക്സെൻട്രിക്, ഫ്രഞ്ച്, നേറ്റീവ്, എക്സോട്ടിക് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഏലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോറിനർ എന്നർത്ഥത്തിലാണ്, എന്നുവെച്ചാൽ വിദേശി എന്നൊരർത്ഥത്തിലാണ് ഏലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏത് വാക്കുകളാണ് ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. നോക്കുക, ഫസ്റ്റ് വേർഡ് എന്താണ്? എക്സെൻട്രിക് എന്നാണ്. എക്സെൻട്രിക് എന്ന് വെച്ചാൽ എന്തോ? അബ്നോർമൽ എന്നർത്ഥത്തില്ല, നോർമൽ അല്ലാതെ പെരുമാറുന്ന ഒരാളെ നമ്മൾ എക്സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സെൻട്രിക് എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? ഏലിയനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. എക്സെൻട്രിക്കിന്റെ സിനോണിമായിട്ട് നമുക്ക് അബ്നോർമൽ എന്ന് പറയാം. അടുത്ത ഫ്രഞ്ച്, സുഹൃത്ത്, അതൊരിക്കലും ഇതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഇനി ഫ്രണ്ടിന്റെ സിനോണിമായിട്ട് നമുക്ക് പറയാം ബഡ്ഡി എന്ന് പറയാം, അല്ലെങ്കിൽ സപ്പോർട്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്തത് നേറ്റീവ്. നേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? സ്വദേശി എന്നർത്ഥത്തില്ല, അതെന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? ഏലിയനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഈ നേറ്റീവിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്താ പറയാം? ഇൻഡിജിനസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ തദ്ദേശീയം എന്നൊരർത്ഥം വരും. ഇനി അടുത്ത വാക്ക് ഏതാണ്? എക്സോട്ടിക് എന്നാണ്. അപ്പൊ എക്സോട്ടിക്കിന്റെ അർത്ഥം എന്താണ്? പുറമേയുള്ള, അല്ലെങ്കിൽ ഫോറിൻ എന്നൊക്കെ അർത്ഥത്തിലാണ് എക്സോട്ടിക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്തായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും, എക്സോട്ടിക് ആയിരിക്കും. അപ്പൊ ഏലിയന്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് പറയാം? എക്സോട്ടിക് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ക്ലാസ്സിലൂടെ നമ്മൾ 20 സിനോണിംസ് പഠിച്ചു. അങ്ങനെ ഇത് നമ്മുടെ 5ാമത്തെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 100
വാക്കുകളുടെ സിനോണിംസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 100 വാക്കുകളുടെ സിനോണിംസ് പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത 5 ക്ലാസ്സുകളായിട്ട് പഠിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.